നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജബ്സെ ആയി മാധവി ലത തബ്സെ അസദ് ഭായി ലാപ്പത്ത. ഹൈദരാബാദ് മണ്ഡലത്തിൽ മുഴങ്ങി കേൾക്കുന്ന വരികളാണിത്. മാധവി ലത എന്ന വനിത വന്ന നാൾ മുതൽ അസദ് ഭായി ലാപ്പത്ത, അതായത് അസദുദ്ദീൻ ഒവൈസിയുടെ പൊടി പോലും കാണാനില്ല, നിഷ്പ്രഭനായി കഴിഞ്ഞിരിക്കുന്നു എന്നും പറയാം. ഇന്ത്യയെമ്പാടും അറിയപ്പെടുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ ഈ എതിരാളി ആരാണ്? എന്താണ് മാധവി ലത എന്ന വനിതയുടെ പ്രസക്തി? ഇതുവരെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലാതിരുന്ന മാധവി ലതയുടെ പ്രവർത്തന മേഖല ഏതാണ്? മുസ്ലിം വോട്ടർമാർ അധികമുള്ള ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഈ വനിതയ്ക്ക് ഇത്രയേറെ പ്രസക്തി? ഏത് കാര്യത്തിലാണ് ഹൈദരാബാദും ആറ്റിങ്ങലും തമ്മിൽ സാമ്യത എന്നതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സവിശേഷമായ ചില വസ്തുതകൾ കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം. 2004 മുതൽ അസദുദ്ദീൻ ഒവൈസി ജയിച്ചു വന്നിരുന്ന മണ്ഡലം. 40 വർഷത്തോളമായി ഒവൈസിയും മറ്റ് ബന്ധുമിത്രാദികളും കൈയടക്കി വച്ച് ജയിച്ചു വന്നിരുന്ന മണ്ഡലം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സവിശേഷമായ ചില വസ്തുതകൾ കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് തെലങ്കാനയിലെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം. 2004 മുതൽ അസദുദ്ദീൻ ഒവൈസി ജയിച്ചു വന്നിരുന്ന മണ്ഡലം. 40 വർഷങ്ങളായി ഒവൈസിയുടെ മറ്റ് ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ കൈയടക്കി വച്ച് ജയിച്ചു വന്നിരുന്ന മണ്ഡലം. 2 തവണ 50%-ലധികം വോട്ടുകൾ നേടി ഒവൈസിയെ തിരഞ്ഞെടുത്ത മണ്ഡലം. അവിടേക്കാണ് BJP വൃത്തങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് അധികമാരും അറിയാത്ത മാധവി ലത എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് BJP സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത്. അടുത്തിടെ ഒരു പ്രമുഖ ദേശീയ ചാനൽ പ്രക്ഷേപണം ചെയ്ത മാധവി ലതയുമായുള്ള അഭിമുഖം 1 മണിക്കൂറധികം സമയമെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടത് വലിയ വാർത്തയായിരുന്നു. പരമ്പരാഗതമായി ഒവൈസിയും കൂട്ടരും കൈയടക്കി വച്ചിരുന്ന ഹൈദരാബാദ് മണ്ഡലത്തിൽ അവരുടെ തുടർച്ചയായ വിജയങ്ങൾക്കു കാരണം ലക്ഷോപലക്ഷം വരുന്ന ബോഗസ് വോട്ടർമാരാണ് എന്ന് ചൂണ്ടിക്കാട്ടി BJP സ്ഥാനാർത്ഥി മാധവി ലത തെളിവുകൾ സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നൽകിയ പരാതി ഒവൈസിയെയും അവരുടെ പാർട്ടിയെയും നാളിതുവരെ ഇല്ലാത്ത സങ്കീർണമായ അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി പാവപ്പെട്ടവരായ വനിതകൾക്ക് ആശ്രയമായി മാറുന്ന മാധവി ലതയ്ക്ക് നിരവധി തവണയാണ് ഗുണ്ടകളിൽ നിന്നുള്ള ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല, സർവ്വശക്തിയോടും പോരാടുന്ന വനിതയെയാണ് ഹൈദരാബാദുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തലാഖ് വിഷയത്തിൽ മുമ്പ് തന്നെ സ്വീകരിച്ചിരുന്ന ശക്തമായ നിലപാട് നിയമം നിലവിൽ വന്നതോടെ മാധവി ലതയുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയായിരുന്നു. മാധവി ലതയ്ക്ക് സർക്കാർ Y+ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ സേവനത്തിൻ്റെ പാതയിൽ വീറും വാശിയോടും ഉശിരോടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പോരാടുകയും ചെയ്യുന്ന ഈ സ്ത്രീ സാന്നിധ്യത്തെ അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരിന് സുരക്ഷ നൽകേണ്ടി വന്നു. ഹൈദരാബാദുകാർക്ക് മാധവി ലത സാമൂഹ്യ സേവനം ചെയ്യുന്നവൾ മാത്രമല്ല, ഗായികയാണ്, നർത്തകിയാണ്, ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും മേധാവിയാണ്, തീപ്പൊരി പ്രാസംഗികയാണ്, ജാതിമത ചിന്തകൾക്കതീതമായി വിശക്കുന്നവർക്ക് അന്നമൂട്ടുന്നവളാണ്, കണ്ണീരൊപ്പുന്നവളാണ്. ഭീഷണി കൊണ്ടും കള്ളവോട്ടുകൾ കൊണ്ടും ഗുണ്ടാ രാജ് നടപ്പാക്കിയുമാണ് തുടർച്ചയായി അസദുദ്ദീൻ ഒവൈസി ജയിച്ചു വരുന്നത് എന്ന് തെളിവുകൾ നിരത്തി പോരാട്ടം നയിക്കുകയാണ് ഈ സ്ത്രീ. ഇലക്ഷൻ നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒവൈസി നേടുന്ന വിജയങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ മാധവി ലത എത്രയോ മുമ്പ് തന്നെ കേസുകൾ ഫയൽ ചെയ്തിരുന്നു. ഒവൈസിയുടെ പാർട്ടി അംഗത്തിൻ്റെ വീട്ടിൽ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചു എന്ന പരാതി പോലും തെളിവുകൾ സഹിതം ഉന്നയിക്കുകയാണ് മാധവി ലത. നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി എന്നിവരുടെ പട്ടികയിലേക്ക് ഒരു സ്ത്രീ കൂടി കടന്നു വരികയാണ്. ഭാഷാ വൈഭവത്തിൻ്റെ പേരിൽ, സാമൂഹ്യ സേവനത്തിൻ്റെ പേരിൽ, സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ പേരിലും ഒക്കെ വ്യത്യസ്തതയായി മാറുകയാണ് ഹൈദരാബാദുകാരിയായ ഈ സ്ഥാനാർത്ഥി. മുസ്ലിം വിഭാഗങ്ങളെയല്ല, അസദുദ്ദീൻ ഒവൈസിയെ തുടച്ചു നീക്കി ഹൈദരാബാദിലെ ലക്ഷോപലക്ഷം വരുന്ന പീഡിതർക്ക് സൂര്യോദയം കാണാനുള്ള അവസരം സൃഷ്ടിച്ച് അവിടെ ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് മാധവി ലത വ്യക്തമാക്കുന്നത്. 40 വർഷങ്ങളിലേറെ ഹൈദരാബാദ് ലോക്സഭാ സീറ്റിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് അസദുദ്ദീൻ ഒവൈസി. കഴിഞ്ഞ വർഷം 3 ലക്ഷം വോട്ടുകൾക്ക് അധികം നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. കള്ളവോട്ടുകളുണ്ടെങ്കിൽ 40 അല്ല 4000 വർഷം ഞങ്ങൾക്കും ജയിക്കാൻ കഴിയും എന്നാണ് മാധവി ലതയുടെ ഇതിനുള്ള മറുപടി. 1,60,000 കള്ളവോട്ടുകൾ ഉണ്ട് എന്നാണ് മാധവി ലത തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇത്തവണ അസദുദ്ദീൻ ഒവൈസി 1.5 ലക്ഷം വോട്ടുകൾക്ക് തോൽക്കും എന്നും മാധവി ലത ഉറപ്പു പറയുന്നു.
അസദുദ്ദീൻ ഒവൈസിക്കെതിരെ നിരവധി പരാതികളാണ് മാധവിലത തെളിവുകൾ സഹിതം ഇതിനോടകം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നൽകിയിട്ടുള്ളത്. 19 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ 10 ലക്ഷത്തോളം പുരുഷന്മാരും 9 ലക്ഷത്തോളം സ്ത്രീകളുമാണ് ഉള്ളത്. വോട്ടർ പട്ടികയിലെ പേരിലെ ഇരട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ഇവർ നൽകിയ പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി എടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം കണ്ടുപിടിക്കപ്പെട്ടാൽ വർഷങ്ങളായി തുടർന്നു വരുന്ന ആധിപത്യത്തിന് ഇതോടെ അന്ത്യമാകും. സാധാരണ സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലാൻ പോലും മടിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മുമ്പ് തന്നെ കടന്നു ചെന്നിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നത്. ഒവൈസിയെ കൂടുതൽ അലട്ടുന്നതും ഇതാണ്. സത്യത്തിൽ ഒവൈസി പെട്ടിരിക്കുന്നു എന്നർത്ഥം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മറ്റ് ഒരിടത്തേക്കും പോകാൻ ആകാത്ത അവസ്ഥയാണിപ്പോൾ. അഖിലേഷ് യാദവ് കൈയടക്കി വച്ചിരിക്കുന്ന ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഒവൈസി പലപ്പോഴും തൻ്റെ പാർട്ടിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അവിടങ്ങളിലേക്ക് വരാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലാണ് ഒവൈസി. അത്രയേറെ തീപ്പൊരി പോരാട്ടമാണ് ആദ്യമായി ഒവൈസിക്ക് നേരിടേണ്ടി വരുന്നത്. ശാരീരികമായുള്ള ആക്രമണങ്ങളെ വാക്കുകൾ കൊണ്ട് നേരിടുകയാണ് മാധവിലത. പുരുഷന്മാരുടെ അടിമയായി നിൽക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനും ജോലികൾ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനും ഒപ്പം ആശ്രയമായി താനുണ്ട് എന്നും പഴയതുപോലെ ആവർത്തിച്ചാണ് മാധവിലതയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ. ഹൈദരാബാദിലെ പാവങ്ങൾക്ക് മാധവിലത അപരിചിതയല്ല, ആശ്രയമാണ്. കയ്യിലും കഴുത്തിലും രുദ്രാക്ഷം ധരിച്ച് നെറ്റിയിൽ വലിയ സിന്ദൂരം തൊട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മദ്രസകളിലും ഗലികളിലും പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും വോട്ടഭ്യർത്ഥിച്ച് കയറി ഇറങ്ങുകയാണ് വർഷങ്ങളോളമായി അവർക്ക് ചിരപരിചിതയായ മാധവിലത. ജയിക്കുമെന്ന് മാധവിലത ഉറക്കെ പറഞ്ഞ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഒരുപക്ഷെ ഇവർക്ക് വിജയിക്കാനായില്ലെങ്കിൽ കൂടി കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് പോലും ലഭ്യമായേക്കും എന്ന് കരുതുന്നവർ ഏറെയാണ്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്രാവശ്യവും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ തവണ അടൂർ പ്രകാശിൻ്റെ വിജയം സുഗമമാക്കുന്നതിൽ കമ്മീഷൻ്റെ കണ്ടെത്തലുകളും ഗുണകരമായി ഭവിച്ചിട്ടുണ്ട്. സമാനമായ പരാതിയാണ് ഹൈദരാബാദിലും. ആറ്റിങ്ങലിൽ 1,70,000 ബോഗസ് വോട്ടർമാർ എന്നതാണ് അടൂർ പ്രകാശിൻ്റെ പരാതിയെങ്കിൽ ഹൈദരാബാദിൽ 1,60,000 എന്നാണ് മാധവിലതയുടെ ആരോപണം. 1,60,000 ബോഗസ് വോട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാധവിലത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി ശരിയെന്ന് കണ്ടെത്തിയാൽ ഹൈദരാബാദിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ കൂടി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സത്യസന്ധമായ പോരാട്ടം ഭയരഹിതമായി എങ്ങനെ നടത്തണം എന്നതിന് രാജ്യമെമ്പാടും മാതൃകയാവുകയാണ് മാധവിലത.